ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരികയാണ്. മോഷണക്കുറ്റം ആരോപിച്ച് 6ാം ക്ലാസ്സുകാരനെ ഫാനിൽ തലകീഴായി കെട്ടിത്തൂക്കി. പുനലൂർ വെട്ടിത്തിട്ടയിലെ ലിവിംഗ് വാട്ടർ ബോർഡിംഗ് സ്കൂളിലാണ് സംഭവമുണ്ടായത്. പരാതിയെ തുടർന്ന് പുനലൂർ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. ബോർഡിംഗ് സ്കൂളിലെ പാചക തൊഴിലാളിയുടെ 500 രൂപ മോഷ്ടിച്ചു എന്നാരോപിച്ചാണ് 6ാം ക്ലാസ് വിദ്യാർത്ഥിയെ ഫാനിൽ കെട്ടിത്തൂക്കിയത്. ഞെട്ടിക്കുന്ന വാർത്തയാണ്. മനോജ് പുനലൂർ ചേരുന്നു. മനോജ്, എന്താണ് ഈ സംഭവം? പോലീസിന്റെ എഫ്ഐആർ വിശദമാക്കുന്നത് എങ്ങനെയാണ്? സജിത്ത്, ഏറെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുനലൂരിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. മോഷണക്കുറ്റം ആരോപിച്ചാണ് പുനലൂർ വെട്ടത്തിട്ട ലിവിംഗ് വാട്ടർ എന്ന ബോർഡിംഗ് സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയെ ഫാനിൽ തലകീഴായി കെട്ടിത്തൂക്കിയതായി ഉള്ള വാർത്തകൾ വരുന്നത്. അവിടുത്തെ പാചക തൊഴിലാളിയുടെ 500 രൂപ മോഷണം കാണാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് അവിടെ ഉണ്ടായിരുന്ന സഹോദരങ്ങൾ മോഷ്ടിച്ചു എന്ന് ആരോപിച്ചാണ് തുടക്കം. അവസാന സെക്യൂരിറ്റി ജീവനക്കാരൻ അതിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയെ ഫാനിൽ തലകീഴായി കെട്ടിത്തൂക്കി. അതിന് കൃത്യമായ മറുപടി നൽകിയില്ലെങ്കിൽ ഫാനിൽ നിന്നും അഴിച്ചുവിടില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സംഭവത്തിന് ശേഷം കുട്ടികൾ വീട്ടിൽ എത്തി ബന്ധുക്കളോട് വിവരം പറഞ്ഞപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം പുറംലോകം അറിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പുനലൂർ പോലീസിൽ പരാതി നൽകുകയും കഴിഞ്ഞ ദിവസം പോലീസ് എഫ്ഐആർ ഇട്ടു എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സെക്യൂരിറ്റി ജീവനക്കാരനും പാചക തൊഴിലാളിയും പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ട് എന്നുള്ള വിവരവുമാണ് ഇപ്പോൾ വരുന്നത്. സജിത്ത്, ഇത് മനോജ്, ഇതിൽ കുടുംബം ഉന്നയിക്കുന്ന ആക്ഷേപം എങ്ങനെയാണ് ഇങ്ങനെ ഒരു രീതി നടക്കുന്നത്? ഒരു കുട്ടിയെ കെട്ടിത്തൂക്കി എന്ന് പറയുമ്പോൾ ഈ സംഭവത്തിൽ ഇപ്പോൾ പോലീസ് എന്ത് തരത്തിലുള്ള അന്വേഷണമാണ് ആരംഭിച്ചിരിക്കുന്നത്? പോലീസ് വളരെ നിസ്സംഗഭാവമായിരുന്നു കഴിഞ്ഞ ദിവസം പരാതി കൊടുത്തതിന് ശേഷം ഉണ്ടായത്. ഈ മാധ്യമങ്ങൾ അറിഞ്ഞതിന് ശേഷമാണ് അല്പമെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്നും ഒരു നീക്കം ഉണ്ടായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ഈ സംഭവം കുട്ടികൾ വീട്ടിലെത്തി പറഞ്ഞപ്പോഴാണ് ബന്ധുക്കൾ അറിയുന്നതും പോലീസിൽ പരാതി നൽകുന്നതും. അപ്പോൾ തന്നെ അവർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ബന്ധുക്കളോട് രാവിലെ പോലീസ് സ്റ്റേഷനിൽ എത്താൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവര് ഏനാത്ത് സ്വദേശികൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവര് വഴി യാത്രാമധ്യയിലാണ്. പത്തനാപുരം കഴിഞ്ഞിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കാവും അവര് പോലീസ് സ്റ്റേഷനിൽ എത്തും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മനോജ്, ഈ സ്കൂളിന്റെ സ്വഭാവം എന്താണ്? ലിവിംഗ് വാട്ടർ ബോർഡിംഗ് സ്കൂൾ, അതായത് ഇതൊരു അൺഎയ്ഡഡ് സ്കൂൾ ആണെന്ന് മനസ്സിലാക്കാം അല്ലേ? ഇതൊരു എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു ബൈബിൾ ക്ലാസുകൾ പോലെയുള്ള ക്ലാസുകൾ നടത്തുന്ന ഒരിടം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അവിടെ ഈ കുട്ടികളെ നിർത്തിയിട്ട് മറ്റ് സ്കൂളിൽ പഠിപ്പിക്കുന്നു എന്നുള്ള നിലയിലാണ് നമുക്ക് ഇത് അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണെന്ന്. ഓക്കെ, ഇതിൽ സ്കൂൾ മാനേജ്മെന്റിന്റെ, ഈ ബോർഡിംഗ് സ്കൂളിന്റെ അധികൃതരുടെ എന്തെങ്കിലും പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? ഇതിൽ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ സ്കൂളിന്റെ ഭാഗത്തുനിന്നും ആരും ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പോലീസ് എഫ്ഐആറിൽ എന്തായാലും ഈ തരത്തിൽ കെട്ടിത്തൂക്കി, തലകീഴായി കെട്ടിത്തൂക്കി എന്ന് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ? അത്തരത്തിൽ തന്നെ ഒരു എഫ്ഐആർ ആണ്. കാരണം ഈ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമമായതുകൊണ്ട് ഈ എഫ്ഐആറിന്റെ കോപ്പി നമുക്ക് നോക്കാനോ മനസ്സിലാക്കാനോ സാധിക്കത്തില്ലല്ലോ. പോലീസ് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ്. എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം മാത്രമേ നമുക്ക് മനസ്സിലാവൂ. എത്തരത്തിലുള്ള ഒരു കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ നിലവിൽ. ഓക്കെ, ഈ കുടുംബത്തിന്റെ പ്രതികരണം എന്തെങ്കിലും നമുക്ക് ലഭ്യമാകാൻ സാധ്യതയുണ്ടോ? എന്താണ് കുടുംബം ഇത് സംബന്ധിച്ച്? ഏതാനും നിമിഷങ്ങൾക്കും ഈ ഇരയായ കുട്ടിയുടെ അമ്മാവൻ പോലീസ് സ്റ്റേഷനിലെത്തും. നമ്മോട് പ്രതികരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കും അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം നമുക്ക് ലഭ്യമാകുന്നതാണ്. ഓക്കെ, കുടുംബത്തിന്റെ പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടാവുമെന്ന് കരുതാം. ഒപ്പം ഇത് 500 രൂപ മോഷ്ടിച്ചു, അതിന്റെ പേരിലാണ് കെട്ടിത്തൂക്കിയത് എന്ന് പറയുന്നു. അപ്പോൾ ശിക്ഷാരീതികൾ പല രീതിയിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് പരാതിപ്പെടാം. പക്ഷേ ഒരു കുട്ടിയോട് ഇങ്ങനെ പെരുമാറണമെങ്കിൽ ഈ സ്കൂളിൽ മുമ്പും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നടന്നതായ പരാതികളോ മറ്റോ ഉണ്ടോ? അതല്ലെങ്കിൽ ഇത്തരം നടപടിക്ക് തയ്യാറായത് ഏതെങ്കിലും അധ്യാപകനാണോ അല്ലെങ്കിൽ അതിന്റെ അധികൃതരാണോ? ആരാണ് അത് ചെയ്തത്? ഈ വിശദാംശങ്ങളൊക്കെ ലഭ്യമാണോ? കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ നിലവിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ലിജുകുമാർ, ടോം എന്ന് പേരുള്ള 2 പേരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്തതിൽ മാത്രമേ ഇത്തരത്തിൽ മുൻപ് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചുള്ളൂ. അത്തരത്തിലൊരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നാണ് പോലീസും നമുക്ക് ഉറപ്പ് നൽകുന്നത്. യെസ്, എന്തായാലും പ്രതികരണങ്ങൾ വരട്ടെ. മനോജ് തുടരുക. എന്തായാലും മോഷണക്കുറ്റം ആരോപിച്ചുകൊണ്ടാണ് 6ാം ക്ലാസ്സുകാരനെ ഫാനിൽ തല കീഴായി കെട്ടിത്തൂക്കിയെന്ന ഗുരുതരമായ സംഭവം നടക്കുന്നത്. കൊടും ക്രൂരതയാണ് നടന്നിരിക്കുന്നത്. പുനലൂർ വെട്ടിത്തിട്ടയിലെ ലിവിംഗ് വാട്ടർ ബോർഡിംഗ് സ്കൂളിലാണ് സംഭവമുണ്ടായത്. ഇതിൽ കുട്ടികളുടെ പരാതി ഉണ്ടാവുന്നു മാതാപിതാക്കൾക്ക്. തുടർന്ന് അവർ പോലീസിൽ പരാതിപ്പെടുന്നു. ഒടുവിൽ പുനലൂർ പോലീസ് ഇക്കാര്യത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ബോർഡിംഗ് സ്കൂളിലെ പാചക തൊഴിലാളിയുടെ 500 രൂപ മോഷ്ടിച്ചു എന്നാരോപിച്ചുകൊണ്ടാണ്
6ാം ക്ലാസ് വിദ്യാർത്ഥിയെ ഈ രീതിയിൽ കൊടും ക്രൂരത നടത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഫാനിൽ തലകീഴായി കെട്ടിത്തൂക്കിയെന്നാണ് അവരുടെ പരാതി. എന്തായാലും ഇതിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ സ്കൂൾ അധികൃതരുടെ അടക്കം വിശദീകരണം കൂടി ഇക്കാര്യത്തിൽ വരേണ്ടതുണ്ട്. പോലീസിൻ്റെ അടക്കം ഇതിൽ വിശദീകരണം വരണം. പ്രാഥമിക അന്വേഷണം ഒരുപക്ഷെ പോലീസ് നടത്തിയിട്ടുണ്ടാവണം. അതിൻ്റെ അടിസ്ഥാനത്തിലാവണം FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ആ തരത്തിലുള്ള വിശദാംശങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട്. മോഷണക്കുറ്റം ആരോപിച്ച് 6ാം ക്ലാസ്സുകാരനെ ഫാനിൽ തലകീഴായി കെട്ടിത്തൂക്കിയെന്ന് ഞെട്ടിക്കുന്ന സംഭവമാണ് ഉണ്ടാകുന്നത്. പുനലൂർ വെട്ടിത്തിട്ടയിലെ ലിവിംഗ് വാട്ടർ ബോർഡിംഗ് സ്കൂളിലാണ് സംഭവമുണ്ടായത്. പരാതിയെ തുടർന്നാണ് പുനലൂർ പോലീസ് ഇക്കാര്യത്തിൽ കേസെടുത്തിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഏറെ ഞെട്ടിക്കുന്ന കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിന് എങ്ങനെ കഴിയുന്നു എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉയരുന്നുണ്ട്. എന്തായാലും ഈ തരത്തിൽ അന്വേഷണം നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മനോജ് തുടരുന്നുണ്ട്. മനോജ്, എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം അവിടെ ബന്ധുക്കളുടെ പ്രതികരണം ഉടൻ ഇക്കാര്യത്തിൽ ഉണ്ടാവും. എന്താ സംഭവിച്ചതെന്ന കാര്യത്തിൽ അല്ലേ? അതെ ഉണ്ടാവും. ഉറപ്പായിട്ടും ബന്ധുക്കൾ നമ്മൾ പ്രതികരിക്കുന്നു. ബന്ധുക്കൾ അത്തരത്തിൽ ഈ കടുത്ത ശിക്ഷ തന്നെ, ഇത്തരം കുറ്റങ്ങൾ ആരോപിച്ച കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കടുത്ത ശിക്ഷ തന്നെ വേണം എന്നാണ് പറയുന്നത്. പോലീസ് FIR രേഖപ്പെടുത്തുന്നതും പോലീസ് നമ്മോട് പറയുന്നതും കുട്ടികൾ ആരോപിച്ച നിലയിൽ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പോലീസ് ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയപ്പോൾ അത്തരത്തിൽ ഒരു വിശദീകരണമായിരിക്കണം ലഭിച്ചത്. പോലീസും തീർത്തു പറയുന്നു അത്തരത്തിൽ കുട്ടിയെ ഫാനിൽ തലകീഴായി കെട്ടിത്തൂക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പുനലൂർ പോലീസും പറയുന്നത്. യെസ്, പോലീസും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു എന്നാണ് സാഹചര്യം. എന്തായാലും ഗുരുതരമായ ആക്ഷേപമാണ്. പാചകത്തൊഴിലാളിയുടെ 500 രൂപ മോഷ്ടിച്ചു എന്ന പേരിൽ ഒരു 6ാം ക്ലാസ് വിദ്യാർത്ഥിയെ തലകീഴായി കെട്ടിത്തൂക്കി, ഫാനിൽ കെട്ടിത്തൂക്കി എന്നതാണ് സംഭവം. എന്തായാലും ഇക്കാര്യത്തിൽ വീഴ്ച സമ്മതിച്ചു സ്കൂൾ അധികൃതർ എന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതിഗുരുതരമായ നടപടികൾ വേണ്ടിവരും. ഒരു കുട്ടിയോട് ഈ തരത്തിലുള്ള ക്രൂരത എങ്ങനെ ഉണ്ടാകുന്നു എന്നതാണ് പലപ്പോഴും കോളേജുകളിലെയും സ്കൂളുകളിലെയും മാനസിക പീഡനം, അതുണ്ടാക്കുന്ന വലിയ തരത്തിലുള്ള വിവാദങ്ങൾ, മരണങ്ങൾ, നഷ്ടങ്ങളൊക്കെ കേരളം ചർച്ച ചെയ്യപ്പെടുകയാണ്. BDS വിദ്യാർത്ഥി, കണ്ണൂർ അഞ്ചരക്കണ്ടി കോളേജിലെ സംഭവം, ആ വിദ്യാർത്ഥിയുടെ ആത്മഹത്യ, ഒപ്പം ബംഗളൂരുവിൽ നഴ്സിംഗിന് പഠിക്കുന്ന മറ്റൊരു തിരുവനന്തപുരം സ്വദേശിയുടെ ആത്മഹത്യ, ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നതിനിടയിലാണ് ഇത്തരമൊരു കാര്യം കൂടി ഉണ്ടാകുന്നത്. ഗുരുതരമായ വീഴ്ചയാണ് സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. എന്തായാലും ആ വീഴ്ച സ്കൂൾ മാനേജ്മെൻറ്റ് ചേരുന്നുണ്ട്. യെസ്, കുട്ടിയുടെ അമ്മാവൻ രാജൻ നമുക്കൊപ്പം ചേരുന്നു. ഞങ്ങൾ ഈ വാർത്ത കേൾക്കുകയായിരുന്നു. ഏറെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ സ്കൂളിൽ, ശ്രീ രാജൻ? നമ്മൾ ഈ മെയ് മാസം 30 വെക്കേഷനിൽ കുട്ടിയെ വിളിച്ചുകൊണ്ട് 30/4 വൈകിട്ട് 7 മണിക്ക് 7:30 കഴിഞ്ഞാൽ ഞങ്ങൾ വിളിക്കാൻ ചെല്ലുന്നു. അപ്പോൾ വിളിച്ചുകൊണ്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് കുട്ടി പറയുന്നത് ഇതുപോലെ തല കീഴായിട്ട് കയറെ കെട്ടി തൂക്കി എന്ന്. അപ്പം ഞങ്ങൾ വിശദമായിട്ട് കുട്ടിയോട് ചോദിച്ചപ്പോഴാണ് പറയുന്നത് 500 രൂപ അവിടുന്ന് കാണാതെ പോയി, അത് നീ എടുത്തോ എന്ന് ചോദിച്ചുകൊണ്ടാണ് കുട്ടിയെ കാലിൽ കെട്ടി ഫാനിന്റെ ഓട്ടിൽ കെട്ടി തൂക്കിയത്. എന്നിട്ട് താഴോട്ട് ഇറക്കി കുട്ടിയെ വിരട്ടി കഴിഞ്ഞതിന് ശേഷം അവർ താപ്പോട്ട് ഇറക്കി അടുത്ത് തറയിൽ എത്താറായപ്പോഴത്തേക്കും അവർ കയറൊക്കെ വിട്ടു. കുട്ടി വീണു അല്ലേ? വീണു. ചെറിയ പെടലിക്ക് ചെറിയ വേദന ഉണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എക്സ്റേ എടുത്ത പ്രശ്നത്തിന്റെ വേദന ചെറിയ ഉള്ളെന്ന് പറഞ്ഞു, ചെറിയുള്ളെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ വിശ്വാസം വീട്ടിലെത്തിയിരിക്കുകയാണ്. നിങ്ങൾ അതിനുശേഷം ഇത് സ്കൂളിൽ ബന്ധപ്പെട്ടോ? ഈ കാര്യം ചോദ്യം ചെയ്തില്ലേ? സ്കൂളിലല്ല, ഞങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് ബന്ധപ്പെട്ടത്. പുനലൂർ സ്റ്റേഷൻ. അതായത് 30-ാം തീയതി എന്നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? നിങ്ങൾ 30-ാം തീയതിയിലെ കുട്ടിയെ കൂട്ടിക്കൊണ്ട്? അതെ, 30/4 വൈകിട്ട് 7 മണിയോടാണ് ഈ സംഭവം നടക്കുന്നത്. ഞങ്ങൾ 7:30-8 മണിയായി വിളിക്കാൻ ചെന്നപ്പോൾ. ഇത് ബോർഡിംഗ് സ്കൂളാണോ? ആ സ്കൂളിൽ തന്നെയാണോ കുട്ടി പഠിക്കുന്നത്? എന്താണ് സ്കൂളിന്റെ ഒരു സ്വഭാവം? അവിടെ ഹോസ്റ്റൽ. അവരവിടെ അപ്പുറത്തെ സ്കൂളിലാണ്, വേറെ സ്കൂളിലാണ് വിട്ട് പഠിപ്പിക്കുന്നവര്. അപ്പൊ ഈ കുട്ടിയുടെ അമ്മയ്ക്ക് സുഖമില്ലാതെ കുട്ടികളുണ്ടായതിന്റെ പേരിലാണ് ഞങ്ങൾ അങ്ങനെ വിട്ടത്. ബോർഡിങ്ങിലാണ് നമ്മൾ വിശ്വാസത്തോട് വിട്ടതാ. അവരത് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ കരുതിയില്ല. ഓക്കെ, എത്ര കുട്ടികളൊക്കെയുള്ള സ്കൂളാണ്? ഒപ്പം തന്നെ ഈ കുട്ടിയുടെ സഹോദരൻ ആ സ്കൂളിലാണോ പഠിക്കുന്നത്? അവിടെയാണോ, ബോർഡിങ്ങിലാണോ? അവിടെ തന്നെ. യഥാർത്ഥത്തിൽ കുട്ടി പറഞ്ഞത് എന്താണ്? ഈ മോഷണക്കുറ്റം ആരോപിച്ച് എന്തായിരുന്നു അവിടുത്തെ സംഭവിച്ചത് എന്താണെന്ന്? 500 രൂപ മോഷണം പോയെന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. നീ 500 രൂപ എടുത്തോന്ന് ചോദിച്ചാൽ കുട്ടി പറഞ്ഞു എടുത്തില്ല. അപ്പൊ ഇങ്ങനെ കയറെ കെട്ടി തൂക്കിയതിന് ശേഷവും ചോദിച്ചു, നിന്നെ ഇപ്പൊ കയറിന് വിടും, നിന്നെ കൊന്നു കളയോ എന്ന് പറഞ്ഞ് സത്യം പറയാൻ പറഞ്ഞു. കുട്ടി പറഞ്ഞു എടുത്തിട്ടില്ല. അപ്പോഴും കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടെന്ന് പറഞ്ഞു, എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. പിന്നെ അവര് നേരെ താഴോട്ട് ഇറക്കി വിട്ടിട്ട് അടുത്ത് തറയിൽ അടുത്താറായപ്പോഴത്തേക്കും വരെ കയറുന്നത് വിട്ടു. വീട്ടിൽ പറഞ്ഞ അവര് കൊന്നു കളയുന്നൊക്കെ പറഞ്ഞു. നിന്റെ അച്ഛനും അമ്മയും ആര് വന്നാലും പിന്നെ നീ പോയിട്ട് വരാൻ പറഞ്ഞു കുട്ടിയോട്. ഓക്കെ, ശ്രീ രാജൻ, താങ്കൾ ഒന്ന് ഹോൾഡ് ചെയ്യുക ദയവായി. കാരണം സ്കൂൾ മാനേജ്മെന്റ് ഒരു വിശദീകരണം കൂടി നമുക്ക് ലഭ്യമാവുന്നുണ്ട്, അതൊന്ന് കേൾക്കാം.
അവിടെ ഒരു സ്റ്റാഫിന്റെ പ്രശ്നമായിരുന്നു. കെട്ടി തൂക്കിയില്ല, അയാൾ ചുമ്മാതെ ഒരു 500 രൂപ എങ്ങാണ്ട് പുള്ളിയുടെ പിള്ളേരെടുത്ത് പുള്ളി വിരട്ടിയത്. അപ്പൊ നമ്മൾ അവിടുന്ന് പറഞ്ഞു വിട്ടതായിരുന്നു. ഇന്നലെ നീ അവിടുന്ന് പോകേണ്ട ആളായിരുന്നു. അപ്പൊ ഇച്ചിരി ഇദ്ദേഹത്തെ ഇദ്ദേഹം വീട് താമസം ഇല്ലാത്തതുകൊണ്ട് വീട് റിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരാഴ്ചയും കൂടെ ചോദിച്ചത്. അങ്ങനെ അവിടെ നിന്നത്. അയാളെ സ്ഥാപനത്തിൽ നിന്ന് പുള്ളിയുടെ ഇത് കഴിഞ്ഞായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ലൈജു. ഇയാൾക്ക് ഇച്ചിരി മദ്യപാനമൊക്കെ ഉണ്ട്. അപ്പം ഈ ഇപ്പം മുമ്പോട്ട് വന്നാൽ ശരിയാവത്തില്ല എന്ന് വിചാരിച്ചു. അപ്പൊ ഇയാളെ പറഞ്ഞു വിടേണ്ട വിഷമമൊക്കെ കാണും. നമ്മളോടുള്ള ഒരു വൈരാഗ്യം കാണിച്ചതുകൂടായിരിക്കാം ചിലപ്പോൾ. അല്ല, ഇയാള് വരട്ടാൻ നോക്കിയതാ പിള്ളേരെ. ഈ പൈസയുടെ കാര്യമൊക്കെ പറഞ്ഞ്. ശ്രീ രാജൻ, ഈ സംഭവം ഉണ്ടായി എന്ന കാര്യം ഈ ബോർഡിങ്ങിൻ്റെ അധികൃതർ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ ലൈജു എന്ന അധ്യാപകൻ പ്രശ്നക്കാരനാണ്, ഇയാൾക്കെതിരെയാണ്. പക്ഷേ അതിൽ നിന്നും സ്കൂൾ മാനേജ്മെൻറ്റിന് കൈയൊഴിയാൻ പറ്റുന്ന കാര്യമല്ല. ഇത് മുമ്പും അവിടെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായി എന്ന കാര്യം കുട്ടികളെ പരാതിപ്പെടുക വല്ലതും ചെയ്തിട്ടുണ്ടോ? അതല്ലെങ്കിൽ മറ്റു കുട്ടികൾ ഈ പരാതികളെല്ലാം നേരത്തെ ഉന്നയിച്ചിട്ടുണ്ടോ? മറ്റു കുട്ടികളായിട്ട് നമ്മൾ ബന്ധപ്പെട്ട നമ്മുടെ കുട്ടിയെ